കാലത്തുണ്ടായിരുന്ന പരിഹാസ്യങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ പലരും മാപ്പ് പറഞ്ഞു. ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു, പൊരുത്തപ്പിടിച്ചു. നന്നായി. ഇടക്കിടക്കൊക്കെ ആ സ്വരങ്ങൾ ഇങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളത് തച്ചു കെടുത്തും. ഇനി അത് പൊങ്ങരുത് എന്ന് കരുതിയിട്ട്. പലപ്പോഴും അങ്ങനെ വരും. രണ്ട് ചേരിയിൽ നിന്ന് സംസാരമൊക്കെ വരും. 2-3 തവണ അങ്ങനെ തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ ഒതുക്കി നിർത്തി റെഡിയാക്കി ഐക്യപ്പെടുത്തിയത് ഇനിയും വിള്ളല് പൊട്ടിച്ചീറ്റാൻ പാടില്ല. ഇനി ആ ഇണക്കത്തോടെ തന്നെ പോകണം. ഒരാളും അതില് ബന്ധം മുറിയുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പൊ തങ്ങളെ കൂടെ ഒരു സഹാബിയുണ്ട് വാഹനത്തിൽ. രണ്ടുപേരും പോയി അവിടെ ഇറങ്ങി ഒരു കൂട്ടം ആളുകൾ നിൽക്കല്ലേ. അവ ഉള്ളിലുണ്ട് ഒരാള്. തങ്ങളെപ്പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഒരു ഭാഗികമായ വിശ്വാസത്തോടെ അങ്ങനെ നടക്കും. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്നാണ് അവന്റെ പേര്. അയാൾ ഖസറജ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൽമു പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാലോ എന്ന് കരുതിയിട്ട്. അപ്പൊ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂല് അയാൾ എതിർത്തു. അയാൾ പറഞ്ഞു, ഈ ക്യാമ്പിലേക്ക് വന്നൊന്നും ഓതിത്തരണ്ട, വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അവിടെ വെച്ച് വിളമ്പി കൊടുത്താൽ മതിയെന്ന്. എങ്ങനെയുണ്ട് വർത്തമാനം? അപ്പൊ മറ്റേ കൂട്ടരപ്പുറത്തുണ്ട് ഔസ് ഗോത്രക്കാര്. അവർ തിരിച്ചു പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞോളൂ, അയാൾ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാലോ. അതാ രണ്ട് വർത്തമാനം രണ്ട് ശൈലിയിലൂടെ പോകുന്നത്. നിങ്ങളിവിടെ പറയൂല എന്നൊരു കൂട്ടര് പറയണം. എന്താ പറഞ്ഞു എഴുതിയിട്ട്? തങ്ങളെ അള്ളാഹു തആല ഇൽമു പഠിപ്പിക്കാനല്ലേ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. അതിന് സ്ഥലവും പരിധിയും സമയമൊക്കെ ഉണ്ടോ? തങ്ങൾക്ക് പറയാലോ. രണ്ടു കൂട്ടരും ഇങ്ങനെ വാക്കേറ്റം നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഞാൻ കാരണമായിട്ട് തെറ്റരുത്. ഞാനിവിടെ വന്ന് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളൊരു കൂട്ടരെ തെറ്റരുത്. ഒരു കൂട്ടരെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഞാൻ വന്ന വഴിക്ക് പോയിക്കോളാം. ഞാൻ കാരണം നിങ്ങൾ പിണങ്ങരുത്. നിങ്ങൾ നേരത്തെ എന്ത് ചർച്ചയിലാണോ ആ ചർച്ച തുടർന്നോളൂ, ഞാൻ പോകാമെന്നും പറഞ്ഞു തങ്ങൾ വന്നു. എന്താ തങ്ങൾ ഉദ്ദേശിച്ചത്? മസ്ലഹത്താണ് ഉദ്ദേശിച്ചത്, നന്മ. ഞാൻ കാരണം അവരുടെ കുടുംബത്തിന് ഒരു നിലക്കും വിള്ളൽ വരാൻ പാടില്ല. പിന്നെ ശക്തമായ ഭാഷയിൽ ഉണ്ടായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദ